ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഭൂതേരികി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ബംഗാളി മിനി സീരീസ് ആണ് കാണാൻ പോകുന്നത്. ഒരു വലിയ മാളികയിൽ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. നായിക സംവിധായകന്റെ മുന്നിൽ ഇരിക്കുകയാണ്. അവൾ സംവിധായകനോട് ചോദിക്കുന്നു, ഞാൻ ഈ പുസ്തകം ഉറക്കെ വായിക്കണോ അതോ മനസ്സിൽ വായിച്ചാൽ മതിയോ? സംവിധായകൻ മറുപടി പറയുന്നു, നീ എന്താണ് വായിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞാൽ മാത്രം മതി. അതിനിടയിൽ മറ്റെന്തെങ്കിലും ചെയ്യുകയും വേണം. അപ്പോൾ നായിക ചോദിക്കുന്നു, അതിനിടയിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു പാട്ട് പാടണോ? സംവിധായകൻ അവളെ ശകാരിക്കുന്നു, എന്തൊക്കെയാ നീ പറയുന്നത്? ആരാണ് പുസ്തകം വായിക്കുമ്പോൾ പാട്ട് പാടുന്നത്? നിന്നെക്കുറിച്ചും നിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ആളുകൾക്ക് മനസ്സിലാകുന്ന എന്തെങ്കിലും ചെയ്യ. നായിക ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ച് അവളുടെ കഴുത്ത് 360 ഡിഗ്രിയിൽ തിരിക്കുന്നു. ഇത് കണ്ട് സംവിധായകനും സംഘവും ഭയന്നു വിറച്ചു പോകുന്നു. അവൾ എന്താണ് ചെയ്യുന്നത്? തുടർന്ന് അവർ രണ്ടാമത്തെ പ്രധാന കഥാപാത്രത്തെ ചിത്രീകരിക്കാൻ തുടങ്ങുന്നു. സംവിധായകൻ അവളോടും ആളുകൾക്ക് അവളെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ പറയുന്നു. ആ നായിക പെട്ടെന്ന് ഒരു പ്രേതത്തെ പോലെ അപ്രത്യക്ഷയാകുന്നു. തുടർന്ന് കഥ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. സംവിധായകൻ സഞ്ജയ് ലീല ബാനർജി ഒരു നിർമ്മാതാവിനെ കാണാൻ പോയിരിക്കുകയാണ്. ഈ നിർമ്മാതാവ് കഴിഞ്ഞ 15 വർഷമായി പ്രേതങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയും പ്രേതങ്ങളെ പകർത്താൻ കഴിയുന്ന ഒരു ക്യാമറയും ലെൻസും കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രേതങ്ങളുടെ ദിനചര്യകൾ ആളുകൾക്ക് നന്നായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇതിന് 30 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് സഞ്ജയ് പറയുന്നു. തുടർന്ന് നിർമ്മാതാവ് നിഖിൽ ബോങ്കിയോ ഉദ്ഭൂത്ത സമിതിയുടെ പ്രസിഡന്റായ ജലാലുദ്ദീൻ ഷൗക്കത്ത് അലിയെ സഞ്ജയ്ക്ക് പരിചയപ്പെടുത്തുന്നു. ഈ ജലാലുദ്ദീൻ ഷൗക്കത്ത് അലി ഒരു മനുഷ്യനല്ല, ഒരു പ്രേതമാണ്. ജലാലുദ്ദീൻ സഞ്ജയോട് പറയുന്നു, നിങ്ങളുടെ പ്രൊജക്ടിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ നിരവധി പ്രേത സംഘടനകളുമായി സംസാരിച്ചു. ബംഗാൾ കോസ്റ്റ് അസോസിയേഷനും നിങ്ങളുടെ പ്രൊജക്റ്റിൽ യാതൊരു എതിർപ്പുമില്ല. അങ്ങനെ ജലാലുദ്ദീൻ തന്റെ പേരും വിലാസവും എഴുതിയ ഒരു കവർ സഞ്ജയ്ക്ക് കൈമാറുന്നു. അതിനുള്ളിൽ ഭാനുപ്രിയയ്ക്കുള്ള ഒരു കത്തുമുണ്ടായിരുന്നു. ഇത് ഭാനുപ്രിയയ്ക്ക് നൽകാൻ ജലാലുദ്ദീൻ പറയുന്നു. അവൾക്ക് കാര്യം മനസ്സിലാകുമെന്നും ഷൂട്ടിങ്ങിന് സഹായിക്കുമെന്നും അയാൾ പറയുന്നു. ശരി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ജലാലുദ്ദീൻ ഷൗക്കത്ത് അലി അപ്രത്യക്ഷനാകുന്നു. എന്നാൽ ഒരു നിമിഷത്തിന് ശേഷം അയാൾ തിരികെ വരുന്നു. അയാൾക്ക് എന്തോ പറയാൻ ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും നിർമ്മാതാവിന് ഹൃദയാഘാതം സംഭവിക്കുകയും തൽക്ഷണം മരിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രേതമായി മാറുന്നു. തന്റെ ഡോക്യുമെന്ററി എങ്ങനെ പൂർത്തിയാക്കുമെന്നോർത്ത് സഞ്ജയ് ആകെ തകർന്നു പോകുന്നു. നിർമ്മാതാവിന്റെ പ്രേതം പറയുന്നു, വിഷമിക്കേണ്ട, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഡോക്യുമെന്ററി നിർമ്മിക്കാൻ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല. അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വരുന്നത്, അയ്യോ ഞാൻ മരിച്ചുപോയല്ലോ എന്ന്. തുടർന്ന് അയാൾ പറയുന്നു, ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി. പക്ഷെ ഞാൻ മരിച്ചാലും ഈ ഡോക്യുമെന്ററി നിർമ്മിക്കും. എന്റെ അസിസ്റ്റന്റുമായി സംസാരിക്കൂ, ഞാൻ അവനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി ജലാലുദ്ദീൻ ഷൗക്കത്ത് അലിയുടെ കവറുമായി സഞ്ജയ് ആ പ്രേതഭവനത്തിലേക്ക് പോകുന്നു. അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാനുപ്രിയ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. സഞ്ജയ് ആദ്യം ഭയന്നു പോകുന്നു. ഭാനുപ്രിയ അവനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അവൻ ആ കവർ അവൾക്ക് കൈമാറുന്നു. അത് വായിച്ചതോടെ അവൾക്ക് കാര്യം മനസ്സിലാകുന്നു. ശരി, നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങളുടെ ടീമുമായി ഇങ്ങോട്ട് വരാമെന്ന് പറയുന്നു. സഞ്ജയ് പോയതിനു ശേഷം ഭാനുപ്രിയ തന്നോടൊപ്പം താമസിക്കുന്ന മറ്റു 2 പ്രേതങ്ങളായ സുകുമാരിയോടും റസിയയോടും എല്ലാം പറയുന്നു. അവൾ വിശദീകരിക്കുന്നു, നമ്മളും വീട്ടുജോലികൾ ചെയ്യാറുണ്ടെന്ന് ക്യാമറയ്ക്ക് മുന്നിൽ തെളിയിക്കണം. നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, ശരിക്കും ജോലി ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. പക്ഷെ ഞാൻ ഈ വീട്ടിലെ പാത്രങ്ങളെല്ലാം 16 വർഷം മുൻപാണ് കഴുകിയത്. റസിയയും പറയുന്നു, താൻ 1952 പാത്രങ്ങൾ കഴുകിയതെന്ന്. എന്നാൽ സുകുമാരി അതിനു മുൻപ് പാത്രങ്ങൾ കഴുകിയിട്ടില്ല. അതിനാൽ അവൾക്ക് സംവിധായകന്റെ മുന്നിൽ പാത്രങ്ങൾ കഴുകേണ്ടി വരും. ഒരു പ്രേതമായ താൻ എന്തിന് പാത്രങ്ങൾ കഴുകണമെന്ന് സുകുമാരിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഭാനുപ്രിയയുടെയും റസിയയുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. കാരണം അവളാണ് ആ വീട്ടിൽ ഏറ്റവും അവസാനം വന്നത്, അതായത് ഏറ്റവും അവസാനം മരിച്ചത്. അടുത്ത ദിവസം സഞ്ജയുടെ ടീമിന്റെ മുന്നിൽ വെച്ച് സുകുമാരിക്ക് വീടിന് പിന്നിലെ കുളത്തിൽ പാത്രങ്ങൾ കഴുകേണ്ടി വരുന്നു. അവൾ വളരെ വിഷമത്തോടെയാണ് പാത്രങ്ങൾ കഴുകുന്നത്. അയ്യോ, ഒരു പ്രേതം പാത്രങ്ങൾ കഴുകുന്നത് ആരും കണ്ടിട്ടുണ്ടാകില്ല. എന്നെ ഇങ്ങനെ കണ്ടാൽ എന്താകും? ഒരു പ്രേതമായതിനു ശേഷം പോലും എനിക്ക് എന്തെല്ലാം ചെയ്യേണ്ടി വരുന്നു. ഇതിനുശേഷം 3 പ്രേതങ്ങളോടും വ്യത്യസ്ത സമയങ്ങളിലായി പരസ്പര അഭിപ്രായങ്ങൾ പറയാൻ ആവശ്യപ്പെടുന്നു. ആദ്യം സുകുമാരി പറയുന്നു, റസിയ 1759 ഭാനുപ്രിയ 1890 മരിച്ചത്. അതനുസരിച്ച് റസിയ ആയിരിക്കണം ഈ വീടിന്റെ തലൈവി. എന്നാൽ അവൾ ചെറുപ്പത്തിലാണ് മരിച്ചത്. ഭാനുപ്രിയ മരിക്കുമ്പോൾ ഒരു മധ്യവയസ്കയായിരുന്നു. അതിനാൽ ഞങ്ങൾ ഭാനുദീദിയെയാണ് തലൈവിയായി കണക്കാക്കുന്നത്. ഭാനുപ്രിയ പിന്നീട് വിശദീകരിക്കുന്നു,
സുകുമാരിയാണ് ഞങ്ങളിൽ ഏറ്റവും ഇളയത്. അവൾ 1974 25-ാം വയസ്സിലാണ് മരിച്ചത്. 40 വർഷങ്ങൾക്കിപ്പുറവും അവൾക്ക് 25 വയസ്സാണ്. റസിയ ഒരു യുദ്ധത്തിലാണ് മരിച്ചത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വീട്ടിലെത്തിയത്. റസിയയുടെ അഭിപ്രായത്തിൽ അവൾ ഒരു പുരാതന രാജവംശത്തിൽപ്പെട്ടവളായിരുന്നു. അവളുടെ അച്ഛൻ ധീരനായ ഒരു യോദ്ധാവായിരുന്നു, പക്ഷെ മദ്യപാനിയുമായിരുന്നു. റസിയ അച്ഛന്റെ 4ാമത്തെ ഭാര്യയുടെ 3ാമത്തെ കുട്ടിയായിരുന്നു. ഇവരെ കൂടാതെ തപസ് എന്നൊരാളും ഞങ്ങളോടൊപ്പം താമസിക്കുന്നുണ്ട്. റസിയയ്ക്ക് നൃത്തം ചെയ്യാൻ തോന്നുമ്പോഴെല്ലാം തപസ് ഢോലക് വായിക്കുകയോ അല്ലെങ്കിൽ ഈ 3 പ്രേതങ്ങളെ ചെറിയ ജോലികളിൽ സഹായിക്കുകയോ ചെയ്യും. ഇതിനുശേഷം റസിയ മറ്റ് 2 പ്രേതങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. സുകുമാരി ഒരു സാധാരണ ബംഗാളി കുടുംബത്തിലെ വിദ്യാസമ്പന്നയായ പെൺകുട്ടിയായിരുന്നു. അവൾ തികച്ചും ആധുനികയാണ്. അവൾക്ക് ടാഗോറിന്റെ കവിതകൾ വളരെ ഇഷ്ടമാണ്. അവൾ വളരെ സുന്ദരിയുമാണ്. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൾ തീർച്ചയായും ഒരു നായികയാകുമായിരുന്നു. ഭാനുപ്രിയയെ ഞങ്ങൾ ഭാനുദീദി എന്നാണ് വിളിക്കുന്നത്. അവൾ വളരെ ക്ഷമയുള്ളവളാണ്. അവൾ ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ അതിന്റെ കാരണം അവൾ ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല. അവൾ ഒരു വിഡ്ഢിയല്ല, മറിച്ച് ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്. അവൾ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. അവർ വളരെ നല്ല ആളുകളായിരുന്നു. എന്റെ കുടുംബത്തെ പോലെ ആയിരുന്നില്ല. അവിടെ എപ്പോഴും യുദ്ധമായിരുന്നു. സമാധാനത്തോടെ ജീവിക്കുക എന്നാൽ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെയാണ് അവരുടെ അഭിമുഖം മുന്നോട്ടു പോകുന്നത്. പെട്ടെന്ന് ലാലി ദാദി എന്ന ഒരു വൃദ്ധയുടെ ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവളുടെ പെട്ടെന്നുള്ള വരവ് കണ്ട് സഞ്ജയും സംഘവും ഞെട്ടിപ്പോകുന്നു. റസിയ ലാലി ദാദിയോട് ചോദിക്കുന്നു, എന്തുപറ്റി ദാദി? വീട്ടിൽ അതിഥികളുണ്ട്, അവർക്ക് കുറച്ച് സർബത്ത് കൊണ്ടുവരട്ടെ എന്ന് ദാദി ചോദിക്കുന്നു. റസിയ മറുപടി പറയുന്നു, അതവിടെ വെച്ചിട്ട് പോകൂ, എന്റെ അഭിമുഖം കഴിഞ്ഞിട്ടില്ല. അവർ പോയതിനു ശേഷം സഞ്ജയുടെ ടീമിലെ ഒരു കുട്ടി സർബത്ത് കുടിക്കാൻ പോകുന്നു. പക്ഷെ റസിയ അവനെ തടയുന്നു. ലാലി ദാദി ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ പോകും. കാരണം അവർക്ക് വിഷം കൊടുത്ത ആളുകളെ കൊല്ലുന്ന ഒരു ശീലമുണ്ട്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ 650 വർഷം മുൻപാണ് മരിച്ചത്. ബംഗാളിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചത്. വാർദ്ധക്യത്തിൽ അവിടെ തന്നെ മരിച്ചു. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഹിന്ദു യുവാവുമായി പ്രണയത്തിലായിരുന്നു. അത് കാരണം എന്റെ കുടുംബം എന്നെ കൊന്നു. പക്ഷെ മരണശേഷം അടുത്തിടെ ഞാൻ ജയന്ത എന്നൊരു ഹിന്ദു കാമുകനെ കണ്ടെത്തി. അവൻ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അടുത്തതായി നമ്മൾ ജയന്തയെ കാണുന്നു. അവന്റെ ഭാര്യ ഗർഭിണിയാണ്. ജയന്തയുടെ മാതാപിതാക്കൾ പ്രായമായെങ്കിലും വളരെ സജീവമാണ്. അവർ എല്ലാ വീട്ടുജോലികളും ചെയ്യുന്നു. എന്നാൽ ജയന്തയ്ക്ക് കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഓർമ്മ നിൽക്കാറില്ല. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് അവന്റെ വീട്ടുകാർ അവനെ എപ്പോഴും വഴക്ക് പറയുന്നു. എന്നാൽ അവരുടെ മകൻ ഒരു പ്രേതവുമായി പ്രണയത്തിലാണെന്ന് അവർക്ക് എങ്ങനെ അറിയാനാണ്? ജയന്ത റസിയയുടെ നിർബന്ധപ്രകാരം സഞ്ജയ്ക്ക് ഒരു അഭിമുഖം നൽകാൻ സമ്മതിക്കുന്നു. അടുത്ത ദിവസം അവന്റെ അഭിമുഖം നടക്കുന്നു. അതിൽ ജയന്ത വെളിപ്പെടുത്തുന്നു, ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. കഴിഞ്ഞ 7 വർഷമായി റസിയയുമായി പ്രണയത്തിലാണ്. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. അന്ന് ഞാൻ റസിയയെ കണ്ടുമുട്ടിയിരുന്നില്ല. അതുകൊണ്ട് എന്റെ വീട്ടുകാർ എന്നെ വേറൊരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പക്ഷെ ഞാൻ ഇപ്പോഴും റസിയയെ സ്നേഹിക്കുന്നു. ഇനി അടുത്ത ദിവസമാണ്. 3 പ്രേതങ്ങളും നന്നായി തയ്യാറായിരിക്കുന്നു. സഞ്ജയ് ചോദിക്കുമ്പോൾ സുകുമാരി വിശദീകരിക്കുന്നു, അറിയാമോ, റസിയ ഇന്നൊരു അമ്മയായി. അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഭാനുദീദി പറയുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അണിഞ്ഞൊരുങ്ങി കുഞ്ഞിനെ കാണാൻ ആശുപത്രിയിലേക്ക് പോകുന്നത്. ആർക്കും ഞങ്ങളെ കാണാൻ കഴിയില്ലെങ്കിലും ഞങ്ങളുടെ സ്വന്തം സന്തോഷത്തിനാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്. റസിയ അപ്പോൾ വിശദീകരിക്കുന്നു, എനിക്ക് അമ്മയാകാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അമ്മയാകുന്നതിന്റെ സന്തോഷം അനുഭവിക്കുന്നതിന് മുൻപേ ഞാൻ മരിച്ചുപോയി. എന്നാൽ ഇന്ന് 265 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒടുവിൽ ഒരു അമ്മയായി. ഭാനുദീദി തുടർന്ന് പറയുന്നു, ജയന്തയുടെ ഭാര്യ സുസ്മിതയാണ് കുഞ്ഞിന് ജന്മം നൽകിയതെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുസ്മിത ഒരു വാടക അമ്മയാണ്, അതായത് ഒരു സറഗേറ്റ് മദർ. സുസ്മിത ഗർഭിണിയായപ്പോൾ റസിയ സുസ്മിതയുടെ ശരീരം നിയന്ത്രിക്കുകയായിരുന്നു. അതായത് ശരീരം സുസ്മിതയുടേതായിരുന്നു. എന്നാൽ നടന്ന സെക്ഷൽ ഇന്റിമസി ജയന്തയും റസിയയും തമ്മിലായിരുന്നു. റസിയ സുസ്മിതയുടെ ശരീരം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത്. സുകുമാരി തുടർന്ന് പറയുന്നു, റസിയ എപ്പോഴും ഏതെങ്കിലും വ്യക്തിയുടെ ശരീരം നിയന്ത്രിച്ച് ജയന്തയുമായി സെക്ഷലി ഇന്റിമേറ്റ് ആവാറുണ്ട്. ഇതിനുശേഷം 3 പ്രേതങ്ങളും ജയന്തയുടെ മകനെ കാണാൻ ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ റസിയ കുഞ്ഞിനെ എന്റെ ചെറിയ ഹബീബുള്ള എന്ന് വിളിക്കുന്നു. സുസ്മിത ഉറങ്ങുകയാണ്. അപ്പോഴാണ് ഒരു നഴ്സ് വന്ന് സഞ്ജയെയും സംഘത്തെയും ശകാരിക്കുന്നത്. എന്തിനാണ് ആശുപത്രിയിലേക്ക് ക്യാമറ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നു. അനുവാദമില്ലാതെ ഇത്രയധികം പേർ എങ്ങനെ അകത്ത് കടന്നുവെന്നും അവർ ചോദിക്കുന്നുണ്ട്. ജയന്ത മറുപടി പറയുന്നു,
അവർ കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കാൻ വന്നതാണ്, എടുത്തിട്ട് പോയിക്കോളും. റസിയ കുഞ്ഞിനെ എടുക്കുന്നു. അപ്പോൾ കുഞ്ഞ് വായുവിൽ ഉയരുന്നത് നഴ്സ് കാണുന്നു. ഭയന്നുപോയി അവർ തൽക്ഷണം ബോധം കെട്ട് വീഴുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം റസിയ ജയന്തയുമായി വഴക്കിടുന്നു. ഞാൻ എന്റെ മകന് ഹബീബുള്ള എന്ന് പേരിടും. ജയന്ത വളരെ അസ്വസ്ഥനാകുന്നു. ഞാനൊരു ഹിന്ദുവാണ്. എന്റെ പേര് ജയന്ത ചക്രവർത്തി. എന്റെ അച്ഛന്റെ പേര് ശ്രീകുമാർ ചക്രവർത്തി. മുത്തച്ഛന്റെ പേര് ശിവനാരായൺ ചക്രവർത്തി എന്നായിരുന്നു. എന്നിട്ട് റസിയ എന്റെ മകന് ഹബീബുള്ള എന്ന് പേരിടാൻ പറയുന്നു. എങ്ങനെ? റസിയ എന്റെ കുടുംബവും സമൂഹവും എന്ത് പറയും? എനിക്ക് ഭ്രാന്തില്ല. പക്ഷെ റസിയ വഴങ്ങുന്നില്ല. താൻ പറയുന്ന പേര് തന്നെ വേണമെന്ന് അവൾ നിർബന്ധം പിടിക്കുന്നു. അല്ലെങ്കിൽ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് ജയന്തയുടെ ഭാര്യ സുസ്മിത മകന് കമൽ എന്ന് പേരിട്ടതാണ്. ബംഗാളികൾ കമൽ എന്ന് കോമൾ എന്നാണ് ഉച്ചരിക്കുന്നത്. അതൊരു ഹിന്ദു പേര് പോലെ തോന്നുന്നു. ഇതിനിടയിൽ റസിയ കമൽ എന്ന പേര് കമൽ ഹാസൻ എന്ന് ഉച്ചരിക്കുന്നു. ഇത് വിദ്യാസമ്പന്നയായ സുകുമാരി നൽകിയ ഒരു മികച്ച ആശയമായിരുന്നു. തുടർന്ന് സഞ്ജയ് തപസിനെ അഭിമുഖം ചെയ്യുന്നു. തപസ് വിശദീകരിക്കുന്നു. ഞാൻ ഇവിടെ ഒരു കാവൽക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. ഇവിടെ പ്രേതങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ശമ്പളം കൂട്ടി ചോദിച്ചപ്പോൾ എന്റെ മുതലാളിക്ക് ദേഷ്യം വന്ന് ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹം തിരികെ വന്നപ്പോൾ ഈ പ്രേത സഹോദരിമാർ അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തി. അതിനുശേഷം മുതലാളി ഇങ്ങോട്ട് വന്നിട്ടേയില്ല. പക്ഷെ ഞാൻ ഇവിടെ സുഖമായി ജീവിക്കുന്നു. എല്ലാ രാത്രിയും ലാലി മുത്തശ്ശിയുടെ കാല് തിരുമ്മിക്കൊടുക്കണം. മുതലാളി എന്റെ ശമ്പളം കൂട്ടുകയും ചെയ്തു. അപ്പോഴാണ് 3 പ്രേതങ്ങൾ തമ്മിൽ വഴക്കിടുന്ന ശബ്ദം കേൾക്കുന്നത്. തപസും സഞ്ജയും സംഘവും അകത്തേക്ക് ഓടി ചെല്ലുമ്പോൾ സുകുമാരിക്ക് രവീന്ദ്രനാഥ് ടാഗോറിനെ ഇഷ്ടമായതുകൊണ്ട് ശാന്തി നികേതനിലേക്ക് പോകണമെന്ന് വാശി പിടിക്കുന്നത് കാണുന്നു. എന്നാൽ റസിയയ്ക്കും ഭാനുദീദിക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അവർ പറയുന്നു, നമ്മൾ ഇത്രയും വർഷമായി ഒരുമിച്ചാണ്. നിനക്ക് ഞങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. ഭാനുദീദി പറയുന്നു, ഞാൻ നിനക്ക് കോൽക്കത്തയിലെ ഒരു പ്രശസ്ത കവിയെ ശരിയാക്കി തരാം. ഒരുപാട് നിർബന്ധിച്ചതിനു ശേഷം സുകുമാരി അവിടെ തന്നെ നിൽക്കാൻ സമ്മതിക്കുന്നു. അന്ന് രാത്രി റസിയ തന്റെ മാളികയിൽ നിന്ന് ജയന്തയെ വിളിക്കുന്നതും ജയന്ത വീട്ടിലിരുന്ന് ആ ശബ്ദം കേൾക്കുന്നതും നമ്മൾ കാണുന്നു. അവൻ അന്ന് രാത്രി തന്നെ മാളികയിലേക്ക് തിരികെ വരുന്നു. സഞ്ജയും സംഘവും ഈ ദൃശ്യങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ റസിയ അവരുടെ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയുകയായിരുന്നു. ഒരു ദിവസം ജയന്ത അതുവഴി പോകുന്നത് ഞാൻ കണ്ടു. അന്നു മുതൽ ഞാൻ എല്ലാ രാത്രിയും അവനെ ഇതുപോലെ വിളിക്കാൻ തുടങ്ങി. ക്രമേണ ഞങ്ങളുടെ കൂടിക്കാഴ്ച പ്രണയമായി വളർന്നു. അടുത്ത ദിവസം കമലേഷ് എന്ന പുതിയൊരു പ്രേതം പരിശീലനത്തിനായി ഭാനുദീദിയുടെ അടുത്തേക്ക് വരുന്നു. ഭാനുദീദി നിർദ്ദേശങ്ങൾ നൽകുന്നു. തപസ് കമലേഷിനെ സഹായിക്കുന്നു. ഭാനുദീദി പറയുന്നു, നോക്കൂ കമലേഷ്, നീ മനുഷ്യരിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിക്കണം. എന്നാൽ കമലേഷ് എപ്പോഴും തപസ്സിനെ തട്ടുന്നു. ഭാനുദീദി പറയുന്നു, ഓ കമലേഷ്, നീ ഹൊറർ സിനിമകളൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. വീണ്ടും തപസ്സിനെ ഓടിക്കൂ. ഒരേ അകലം പാലിച്ച് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ അപ്രത്യക്ഷനാകണം. അവന്റെ മുഖത്തിന് നേരെ ചെന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ അലറണം. ഇതാണ് പ്രേതങ്ങളുടെ രഹസ്യം. എന്നാൽ അപ്പോഴേക്കും കമലേഷ് സുകുമാരിയെ ശ്രദ്ധിക്കുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ അവളോട് പ്രണയം തോന്നുന്നു. എന്നാൽ ഭാനുദീദി അവനെ തടഞ്ഞ് പരിശീലനത്തിൽ ശ്രദ്ധിക്കാൻ പറയുന്നു. അതേ രാത്രി കുറച്ച് കൊള്ളക്കാരുടെ ആത്മാക്കൾ ആ മാളികയിലേക്ക് വരുന്നു. അവരും ലാലി ദാദി അന്വേഷിച്ചാണ് വരുന്നത്. കാരണം ലാലി ദാദി അവർക്ക് സർബത്തിൽ വിഷം കൊടുത്ത് കൊന്നിരുന്നു. എന്നാൽ അവൾ പണ്ടേ പോയെന്ന് ഭാനു കള്ളം പറയുന്നു. ഇത് കൊള്ളക്കാരെ ദേഷ്യം പിടിപ്പിക്കുന്നു. അപ്പോഴാണ് അവർ സഞ്ജയെയും സംഘത്തെയും കാണുന്നത്. കൊള്ളക്കാരുടെ നേതാവായ ഖോഗൻ ചോദിക്കുന്നു, ഇവർ ഇത്ര രാത്രിയിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ഭാനുദീദി പറയുന്നു, അവർ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ ഞങ്ങളെപ്പോലുള്ള പ്രേതങ്ങളെ തിരയുകയാണ്. ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുകയാണ്. അതിന് അനുമതിയും ലഭിച്ചിട്ടുണ്ട്. ഖോഗൻ പറയുന്നു, അതൊക്കെ ശരി, പക്ഷെ ലാലി ദാദി ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് ഞങ്ങളുടെ രഹസ്യ സ്രോതസ്സുകൾ അറിയിച്ചിട്ടുണ്ട്. ഭാനു മറുപടി പറയുന്നു, നിങ്ങൾ കഴിഞ്ഞ 150 വർഷമായി ഇവിടെ വരുന്നു. നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഖോഗൻ പറയുന്നു, അതാണ് പ്രശ്നം. ഞങ്ങൾക്ക് അവളെ കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതികാരം പൂർത്തിയാകുന്നില്ല. ഞങ്ങൾക്ക് മോക്ഷവും ലഭിക്കുന്നില്ല. കൊള്ളക്കാർ പോയതിനു ശേഷം ലാലി ദാദി മഹീർ എന്നൊരു വൃദ്ധനെ വിളിക്കുന്നു. അയാൾ തന്റെ പല്ല് സെറ്റ് ഊരി കഴുകുകയായിരുന്നു. ലാലിയുടെ ശബ്ദം കേട്ട് അയാൾ മയങ്ങി പ്രേതഭവനത്തിലേക്ക് പോകുന്നു. അടുത്ത ദിവസം കമലേഷ് സഞ്ജയെയും സംഘത്തെയും തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ ബാൽക്കണിയിലിരുന്ന് കരയുകയാണ്. അവളുടെ അമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. നീ എത്ര കാലം ഇങ്ങനെ പട്ടിണി കിടക്കും? പോകേണ്ടവൻ പോയി. നീ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കൂ. സഞ്ജയ് കമലേഷിനെ അഭിമുഖം ചെയ്ത് അവന്റെ കഥ അറിയാൻ ശ്രമിക്കുന്നു. കമലേഷ് വിശദീകരിക്കുന്നു,
ഞാൻ ദിവസവും ലോക്കൽ ട്രെയിനിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഒരു ദിവസം ഒരാളുടെ ഫോൺ മോഷണം പോയി. ആളുകൾ അത് എന്റെ കാലിനടുത്ത് കിടക്കുന്നത് കണ്ടു. അവർ എന്നെ തെറ്റിദ്ധരിച്ച് കള്ളൻ എന്ന് മുദ്രകുത്തി. ഞാൻ മരിക്കുന്നത് വരെ അവരെന്നെ മർദ്ദിച്ചു. എന്റെ അനക്കമില്ലാതായപ്പോൾ ഞാൻ മരിച്ചെന്ന് കരുതി അവർ എന്നെ ട്രെയിനിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞു. അടുത്ത ദിവസം ഭാനു കമലേഷിനെ പറക്കാൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവൻ അത് പഠിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സുകുമാരി അവനെ സഹായിക്കാൻ വരുന്നു. കമലേഷിനെ തയ്ച്ചു കിട്ടിയപ്പോൾ അവൾ അവന്റെ കൈ പിടിച്ച് ആകാശത്തേക്ക് പറക്കുന്നു. അവിടെ നിന്നാണ് അവരുടെ പ്രണയകഥ ആരംഭിക്കുന്നത്. ഒരു ദിവസം സഞ്ജയുടെ ടീമിലെ ഒരു അംഗം ജോലി വിട്ടുപോകാൻ ആവശ്യപ്പെടുന്നു. കാരണം പ്രേതങ്ങൾ മനുഷ്യരുടെ ശരീരം ഉപയോഗിച്ച് സെക്ഷലി ഇന്റിമേറ്റ് ആകുന്നുണ്ടെന്ന് അവൻ ഭാര്യയോട് പറഞ്ഞിരുന്നു. തന്റെ ഭർത്താവിനെയും ഈ പ്രേതങ്ങൾ സ്വാധീനിക്കുമോ എന്ന് ഭാര്യയ്ക്ക് ഭയമായി. ഇതറിഞ്ഞ സഞ്ജയ് അവനെ വഴക്ക് പറയുന്നു. എന്തിനാണ് ഇത്ര വിശദമായി കുടുംബത്തോട്, പ്രത്യേകിച്ച് ഭാര്യയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതെന്ന് ചോദിക്കുന്നു. നോക്കൂ, ഇതെന്റെ ആദ്യത്തെ പ്രൊജക്റ്റ് ആണ്. എനിക്കിത് എന്തു വില കൊടുത്തും പൂർത്തിയാക്കണം. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഇത് ഉപേക്ഷിക്കാൻ പോകുന്നില്ല. നിങ്ങളെയും ഉപേക്ഷിക്കാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. അതേ രാത്രി ലാലി ദാദി ചില പ്രായമായവരെ വിളിച്ച് അവരുമായി എന്തോ ചെയ്യുന്നത് കാണുന്നു. ഇതിനിടയിൽ റസിയയ്ക്ക് അന്നൊരു സ്ത്രീയുടെ ശരീരം കിട്ടാത്തത് കൊണ്ട് ഒരു പുരുഷന്റെ ശരീരം നിയന്ത്രിച്ച് ജയന്തയുടെ അടുത്തേക്ക് വരുന്നു. ജയന്ത പറയുന്നു, വേണ്ട വേണ്ട, ഇത് ശരിയല്ല. ഒരു ആൺകുട്ടിയുടെ ശരീരവുമായി ഞാൻ അത് ചെയ്യില്ല. എന്നാൽ റസിയയ്ക്ക് അന്ന് പിന്മാറാൻ ഉദ്ദേശമില്ലായിരുന്നു. അവൾ ആൺകുട്ടിയുടെ ശരീരത്തിൽ തന്നെ തുടങ്ങുന്നു. കമലേഷിന്റെ കാമുകി എന്നതിലുപരി അവൾ അവന്റെ ഉറ്റ സുഹൃത്തായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവൻ അവളോട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ മരണശേഷം അവന് വലിയ ഖേദം തോന്നുന്നു. അതുകൊണ്ട് അവൻ സുകുമാരിയുമായി അതെല്ലാം ചെയ്യാൻ പദ്ധതിയിടുന്നു. സുകുമാരിക്കും കമലേഷിനെ ഇഷ്ടമാണ്. അതിനാൽ ഇരുവരും സമ്മതിക്കുന്നു. അവർ പാർക്കിൽ പോയി മറ്റു ദമ്പതികൾ കിസ് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു ദമ്പതികളുടെ ശരീരത്തിൽ പ്രവേശിച്ച് അവർ നന്നായി ആസ്വദിക്കുന്നു. പിന്നീട് അവർ തങ്ങളുടെ പ്രണയകഥ സഞ്ജയുടെ ടീമിനോട് പറയുന്നു. അഭിമുഖം നൽകുമ്പോൾ കമലേഷിന് പെട്ടെന്ന് ഓർമ്മ വരുന്നു. താൻ കാർത്തിക് എന്ന സുഹൃത്തിന് 40,000 രൂപ കടം കൊടുത്തിട്ടുണ്ടെന്നും അവൻ അത് ഇതുവരെ തിരികെ തന്നിട്ടില്ലെന്നും ആ പണം തിരികെ കിട്ടിയാൽ തന്റെ പ്രായമായ അമ്മയ്ക്ക് അതൊരു സഹായമാകുമെന്നും അവൻ പറയുന്നു. അതിനുശേഷം സഞ്ജയും സംഘവും കാർത്തിക്കിൽ നിന്ന് പണം ഈടാക്കാൻ കമലേഷിനെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. ഒരു ദിവസം കാർത്തിക് ഒരു ബാറിൽ ഇരിക്കുമ്പോൾ കമലേഷ് ആദ്യം ഒരു വെയിറ്ററുടെ രൂപത്തിൽ അവനെ ഭയപ്പെടുത്തുന്നു. തുടർന്ന് സഞ്ജയ് കാർത്തിക്കിന്റെ ദൗർബല്യം മനസ്സിലാക്കി സംസാരിക്കുന്നു. കാർത്തിക്കിന് കാർത്തിക് ആര്യനാകണം, അതായത് ഒരു നടനാകണം. തുടർന്ന് അവൻ ഒരു പദ്ധതി പറയുന്നു. ഞങ്ങളൊരു സിനിമ ചെയ്യുന്നുണ്ട്, അതിൽ നിനക്കാണ് നായകന്റെ വേഷം. നീ നിന്റെ സുഹൃത്തിന്റെ പണം തിരികെ നൽകി ഒരു നല്ല കാര്യം ചെയ്യണം, മനസ്സിലായോ? കാർത്തിക് സമ്മതിക്കുന്നു. അതിനുശേഷം സുകുമാരി അയൽപ്പക്കത്തുള്ള പ്രേത കുട്ടികൾക്ക് പാട്ട് ക്ലാസ് എടുക്കുന്നത് കാണുന്നു. കമലേഷും അത് ശ്രദ്ധയോടെ കേൾക്കുന്നു. അവരുടെ ക്ലാസ് നടക്കുന്നതിനിടയിൽ തലയില്ലാതെ ഒരു പ്രേതം പുറത്തു വരുന്നു. അവൻ ഒരു പോസ്റ്റ്മാൻ ആണ്. നിഖിൽ ബോങ്കിയോ അദ്ഭുത് സമിതിയിൽ നിന്ന് ഒരു കത്തുമായാണ് അവൻ വന്നിരിക്കുന്നത്. കമലേഷ് പൂർണ്ണമായും മരിച്ചിട്ടില്ലെന്നും അവൻ കോമയിലായിരുന്നുവെന്നും ഇപ്പോൾ അവന്റെ ശരീരം സുഖം പ്രാപിച്ചെന്നും അതിനാൽ അവൻ ജീവനോടെ തിരികെ പോകണമെന്നും കത്തിൽ പറയുന്നു. ഇതറിഞ്ഞ ഭാനുദീദി സുകുമാരിയെ ഓർത്ത് വളരെ വിഷമിക്കുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവൾ അല്പം സന്തോഷവതിയായിരുന്നു. കമലേഷ് പോയാൽ അവൾ എങ്ങനെ വീണ്ടും ജീവിക്കുമെന്ന് അവർ ആശ്ചര്യപ്പെടുന്നു. ഇതിനിടയിൽ സംഗീതം പഠിക്കാൻ വന്ന ചില കുട്ടികൾ തലയില്ലാത്ത പോസ്റ്റ്മാന്റെ തലയുമായി ഓടിപ്പോകുന്നു. ഭാനുദീദി അവരെ വഴക്ക് പറഞ്ഞ് പോസ്റ്റ്മാന്റെ തല തിരികെ വാങ്ങിക്കൊടുക്കുന്നു. തുടർന്ന് അവർ സുകുമാരിയോട് തനിച്ച് പറയുന്നു കമലേഷ് പോകണമെന്ന്. ഇത് കേട്ട് അവൾ വിഷമിക്കുന്നു. അതേസമയം കാർത്തിക് കമലേഷിന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് പോയി അവർക്ക് പണം നൽകുന്നു. എന്നിട്ട് അഭിനയിക്കാൻ തുടങ്ങുന്നു. എന്റെ കുട്ടിക്കാലത്തെ സുഹൃത്ത് മരിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കമലേഷിന്റെ സഹോദരി ഇടപെടുന്നു. എന്റെ സഹോദരൻ മരിച്ചിട്ടില്ല, അവൻ കോമയിലാണ്. അവൻ ഉടൻ ബോധം വീണ്ടെടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ട കാർത്തിക് ഞെട്ടിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് ബാറിൽ വെച്ച് വെയിറ്റർ എന്നോട് പറഞ്ഞത് പണം തിരികെ നൽകി എന്റെ അമ്മയ്ക്ക് കൊടുക്കൂ, അല്ലെങ്കിൽ നല്ലതിനായിരിക്കില്ല എന്നൊക്കെ. അതെന്തായിരുന്നു? അവൻ തൽക്ഷണം ഭയന്നു പോകുന്നു. സഞ്ജയ് പിന്നീട് തന്റെ ടീമുമായി പ്രേതഭവനത്തിലേക്ക് തിരികെ പോകുന്നു. അവിടെ ഭാനുദീദി 2 ഇരട്ട സഹോദരിമാരുടെ ആത്മാക്കൾക്ക് പരിശീലനം നൽകുകയാണ്. നോക്കൂ, നിങ്ങൾ ഇരുവരും എന്തു ചെയ്താലും ഒരുമിച്ച് ചെയ്യണം. നിങ്ങളുടെ കണ്ണുകൾ അല്പം വ്യത്യസ്തമാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾ ഒരുമിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ആളുകളെ കൂടുതൽ ഭയപ്പെടുത്താൻ കഴിയും. ആളുകളെ കൂടുതൽ ഭയപ്പെടുത്തുക, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ സഞ്ജയ് ഭാനുദീദിയോട് കമലേഷിന്റെ കേസിനെ കുറിച്ച് ചോദിക്കുന്നു. ഭാനുദീദി മറുപടി പറയുന്നു, പാവം, അവൻ ശരിക്കും മരിച്ചിട്ട് പോലുമില്ല. ഏത് നിമിഷവും അവന് ബോധം വന്നാൽ സുകുമാരി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. അവൾക്ക് സ്വയം കൊല്ലാനും കഴിയില്ല,
കാരണം അവൾ ഇതിനകം ഒരു പ്രേതമാണ്. സത്യം അറിയുമ്പോൾ കമലേഷ് നിരാശനാകുന്നു. അവൻ പറയുന്നു, എനിക്ക് ജീവിക്കണ്ട. ICUവിന്റെ ചെലവ് വളരെ കൂടുതലാണ്. എന്റെ മാതാപിതാക്കൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് എനിക്ക് അറിയില്ല. അപ്പോഴാണ് തപസ് വന്ന് പറയുന്നത്, അഖിലേന്ത്യാ ഗോസ്റ്റ് അസോസിയേഷന്റെ ഹെഡായ ധൃതരാഷ്ട്രർ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ നമ്മളെ കീറി മുറിക്കും. ധൃതരാഷ്ട്രരെ കബളിപ്പിക്കാനായി റസിയ ദീദി നൃത്തം ചെയ്യുന്നു. എന്നാൽ ധൃതരാഷ്ട്രർ വന്ന് കമലേഷിന്റെ തോളിൽ കൈവച്ച് ചോദിക്കുന്നു, കമലേഷ് ഇവിടെ ഇല്ലേ? ധൃതരാഷ്ട്രർക്ക് കാഴ്ചയില്ലായിരുന്നു. എന്നാൽ അവിടെ മറ്റാളുകളുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. റസിയ വെളിപ്പെടുത്തുന്നു, ഇവിടെ ഒരു ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാൻ ആളുകൾ വന്നിട്ടുണ്ടെന്ന്. ധൃതരാഷ്ട്രർ ചോദിക്കുന്നു, കമലേഷ് എവിടെ? കമലേഷ് അറിയാതെ പറഞ്ഞു പോകുന്നു, ഇല്ല ഇല്ല, ഞാനിവിടെ ഇല്ല. അവന്റെ കള്ളി വെളിച്ചത്താകുന്നു. അവൻ ഉടൻ തന്നെ ഓടിപ്പോകുന്നു. ജയന്ത തന്റെ ഭാര്യയോട് റസിയയുമായുള്ള ബന്ധത്തെക്കുറിച്ച് എല്ലാം പറയുന്നു. സുസ്മിതയാകട്ടെ തന്റെ ഭർത്താവിന് ഒരു സ്ത്രീയുമായോ പുരുഷനുമായോ അല്ല, മറിച്ച് ഒരു പ്രേതവുമായാണ് ബന്ധമെന്നറിഞ്ഞ് അതിയായി സന്തോഷിക്കുന്നു. അവൾ പറയാൻ തുടങ്ങുന്നു, നിന്റെ പ്രേത കാമുകിയോട് ഒരു കുടം സ്വർണം ചോദിക്കൂ. ജയന്ത ചോദിക്കുന്നു, നീ എന്താണ് ഈ പറയുന്നത്? സുസ്മിത മറുപടി പറയുന്നു, നീ കഥകളിലൊന്നും കേട്ടിട്ടില്ലേ? ഒരു പ്രേതം സുഹൃത്തോ കാമുകിയോ ആയാൽ അവൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സമ്പന്നനാക്കും. നിനക്ക് അവളോട് ചോദിക്കാൻ കഴിയില്ലെങ്കിൽ എന്നെയും കൊണ്ടുപോ, ഞാൻ സംസാരിച്ചോളാം. അടുത്തതായി ജലാലുദ്ദീൻ ഷൗക്കത്ത് അലി ആതിഥേയത്വം വഹിക്കുന്ന ഒരു പ്രേത സമ്മേളനം നമ്മൾ കാണുന്നു. അവിടെ അഖില ബംഗാൾ ഗോസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയ് മേയർ, ഇന്ത്യൻ ഗോസ്റ്റ് അക്കാദമി പ്രസിഡന്റ് ശാന്തി ദേ എന്നിവരും പങ്കെടുക്കുന്നു. കമലേഷിന്റെ സംഭവത്തെക്കുറിച്ച് മറ്റു പ്രേതങ്ങൾ എന്ത് ചിന്തിക്കുന്നുവെന്ന് അവർ ചർച്ച ചെയ്യുന്നു. കമലേഷിനെ തിരികെ അയക്കണോ, അതോ അവനെ ശരിക്കും കൊന്ന് എന്നേക്കുമായി ഒരു പ്രേതമായി നിലനിർത്തണോ? കമലേഷിന് മറ്റൊരു ജീവിതം ലഭിച്ചെന്നും അവൻ തന്റെ ലോകത്തേക്ക് മടങ്ങണമെന്നും എല്ലാവരും അഭിപ്രായപ്പെടുന്നു. അവിടെ ഒരു മനുഷ്യൻ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഒരു പ്രേതം കണ്ടെത്തുന്നു. അവൻ സഞ്ജയോട് ദേഷ്യപ്പെടുകയും അവന്റെ രക്തം കുടിക്കാൻ ആലോചിക്കുകയും ചെയ്യുന്നു. എന്നാൽ അനുവാദം വാങ്ങിയിട്ടാണ് സഞ്ജയ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് മറ്റുള്ളവർ വിശദീകരിക്കുന്നു. സീൻ പിന്നീട് നിർമ്മാതാവിന്റെ ക്യാബിനിലേക്ക് മാറുന്നു. അവിടെ സഞ്ജയ് നിർമ്മാതാവിന്റെ ആത്മാവിനോട് പരാതിപ്പെടുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങൾ മരണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ ഇനി പ്രവർത്തിക്കില്ല. തുടർന്ന് ഷൗക്കത്ത് അലി സഞ്ജയെ ഭയപ്പെടുത്തിയ അതേ പ്രേതത്തെ വിളിച്ചു വരുത്തി മാപ്പ് പറയിപ്പിക്കുന്നു. അതിനുശേഷം മാത്രമാണ് സഞ്ജയും സംഘവും പ്രൊജക്റ്റിൽ പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. ഒരു രാത്രിയിൽ 2 ഗുണ്ടകൾ ഒരു മനുഷ്യന്റെ വീടിന് പുറത്ത് തോക്കുകളുമായി കാത്തിരിക്കുന്നത് നമ്മൾ കാണുന്നു. ലാലി ദാദി ആ മനുഷ്യനെ പുറത്തേക്ക് വിളിക്കുന്നു. എന്നാൽ അയാൾ വാതിൽ കടന്ന് പുറത്തിറങ്ങിയ ഉടൻ അവന്റെ ജീവൻ അവസാനിക്കുന്നു. അവന്റെ ആത്മാവ് ലാലി ദാദിയുടെ അടുത്തേക്ക് പോകുന്നു. ജയന്ത റസിയയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തന്റെ മകനെ നന്നായി വളർത്തണമെന്നും മറ്റു കാര്യങ്ങളിലൊന്നും തനിക്ക് താല്പര്യമില്ലെന്നും കാരണം പറയുന്നു. റസിയ കോപാകുലയായി പറയുന്നു, നിനക്ക് എന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇതിനിടയിൽ കമലേഷിന്റെ കോമയെ തുടർന്ന് മുറിയിൽ അടച്ചിരുന്ന സുകുമാരി പെട്ടെന്ന് പുറത്തിറങ്ങി കമലേഷിനെ ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ അവൾ ഒരു നഴ്സിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് അവനെ കൊല്ലാൻ പോകുന്നു. എന്നിരുന്നാലും ദുഃഖിതനായ കമലേഷിന്റെ ആത്മാവിനെ അവൾ അവിടെ കാണുന്നു. ഇരുവരും സംസാരിക്കാനായി പ്രേതഭവനത്തിലേക്ക് മടങ്ങുന്നു. ഇവിടെ കമലേഷ് പറയുന്നു, നിനക്ക് എന്നെ കൊല്ലണമായിരുന്നല്ലേ? ഞാൻ നിന്നെ ശരിക്കും സ്നേഹിച്ചു പോയി. എനിക്ക് ജീവനോടെ തിരികെ വരാൻ ആഗ്രഹമില്ല. നീ എന്നെ ശരിക്കും കൊല്ലണം. ഇരുവരും വികാരാധീനരായി പരസ്പരം ഹഗ് ചെയ്യുന്നു. ആ നിമിഷം തന്നെ കമലേഷിന്റെ ആത്മാവ് അപ്രത്യക്ഷനായി അവന്റെ ശരീരത്തിലേക്ക് തിരികെ പോകുന്നു. ഇതിനർത്ഥം കമലേഷ് ജീവനോടെ തിരിച്ചു വന്നു എന്നാണ്. അവനെ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. എന്നാൽ കമലേഷിന് ഇപ്പോഴും ഓർമ്മയില്ല. സഞ്ജയും സംഘവും കാർത്തിക്കിന്റെ സുഹൃത്തുക്കളുമായി കമലേഷിന്റെ വീട്ടിൽ അവനെ കാണാൻ പോകുന്നു. കമലേഷ് അവരെയും തിരിച്ചറിയുന്നില്ല. യഥാർത്ഥ ജീവിതത്തിൽ അവൻ വിക്കിയാണ് സംസാരിക്കുന്നത്. മരണശേഷം അവനൊരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ എന്ന് സഞ്ജയ് അത്ഭുതപ്പെടുന്നു. ഇതിനിടയിൽ ജയന്തയുടെ മകൻ കോമളിനെ കാണാതാകുന്നു. അവന്റെ കുടുംബം അവനെ കുറ്റപ്പെടുത്തുന്നു. റസിയ ദേഷ്യത്തിൽ തന്റെ മകനെ മോഷ്ടിച്ചതാകുമെന്ന് കരുതി ജയന്ത ഉടൻ തന്നെ റസിയയുടെ അടുത്തേക്ക് പോകുന്നു. അവൻ അവളോട് ചോദിക്കുന്നു, നീ കമലിനെ കൊണ്ടുവന്നോ? അവൾ മറുപടി പറയുന്നു, കമൽ അല്ല, കമൽ ഹാസൻ. ജയന്ത പറയുന്നു, അല്ല, അവൻ കമലാണ്. അവൻ എന്റെയും സുസ്മിതയുടെയും മകനാണ്. ദയവായി അവനെ വിട്ടയക്കൂ. റസിയ അപ്പോൾ പറയുന്നു, ഞാനാണ് അവന്റെ അമ്മ. അവൻ എന്റെ മകനാണ്. ഇനി മുതൽ അവൻ എന്നോടൊപ്പം ജീവിക്കും. ജയന്ത മറുപടി പറയുന്നു, നിനക്ക് സ്വന്തമായി ഒരു ശരീരം പോലുമില്ല. നിനക്ക് അവനെ മുലയൂട്ടാൻ കഴിയുമോ? അവൻ കരയുമ്പോൾ നിനക്ക് അവനെ എങ്ങനെ സമാധാനിപ്പിക്കാൻ കഴിയും? റസിയയ്ക്ക് വളരെ വിഷമം തോന്നുന്നു. ശരി, കുഞ്ഞിനെ കൊണ്ടുപോ എന്ന് പറയുന്നു.
അതേസമയം സുകുമാരി കമലേഷിന്റെ കാമുകിയുടെ ശരീരം ഉപയോഗിച്ച് അവന്റെ അടുത്തേക്ക് പോകുന്നു. അവൾ ഭാനുവിനെയും റസിയ ദീദിയെയും കുറിച്ച് പറഞ്ഞ് അവനെ എല്ലാം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. കമലേഷ് പറയുന്നു, ഞാൻ കോമയിലായിരുന്നു, നിനക്ക് ഭ്രാന്ത എന്ന് തോന്നുന്നു. പ്രേതങ്ങളെ കുറിച്ചുള്ള എന്ത് അസംബന്ധമാണ് നീ ഈ പറയുന്നത്? ഇതിനുശേഷം റസിയയും സുകുമാരിയും വിഷാദത്തിലാകുന്നു. അത് ഭാനുദീദിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മനുഷ്യർ സ്വാർത്ഥരും മാറ്റമുള്ളവരുമാണ്. അപ്പോഴേക്കും സഞ്ജയുടെ ഡോക്യുമെന്ററി ഷൂട്ടിങ്ങും പൂർത്തിയായിരുന്നു. അതിനാൽ ഭാനുദീദി റസിയയെയും സുകുമാരിയെയും മനസ്സ് മാറ്റാനായി ഷാദി നികേതനിലേക്ക് കൊണ്ടുപോകുന്നു. ഇതോടെ കഥ അവസാനിക്കുന്നു. ഇതൊരു വ്യത്യസ്തമായ സീരീസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.